വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നുള്ളതാണ്. അപ്പൊ ആധുനിക ഇന്ത്യ ഭാഗത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ നേരിട്ട വെല്ലുവിളികള്, സംസ്ഥാന പുനഃസംഘടന, പ്ലാനിംഗ് കമ്മീഷൻ, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ബാങ്ക് ദേശസാൽക്കരണം, വിദ്യാഭ്യാസം, ബഹിരാകാശം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വിദേശ നയം, ചേരിചേരാ പ്രസ്ഥാനം, കേരള ഭൂപരിഷ്കരണം, കുടുംബശ്രീ, അത്തരം ടോപ്പിക്കുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാ പറയണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണ്ടേ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം കണ്ടോ, ആൾക്കാര് തടിച്ചുകൂടി സ്വാതന്ത്ര്യം ആഘോഷിക്കണ കാഴ്ചയാണ് നമ്മൾ ഫോട്ടോയിൽ കാണുന്നത്. ഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരിക്കുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളും ഒക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറം ചായം കൊണ്ട് വരയിട്ടലങ്കരിച്ച കാളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളുകളിൽ മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻ പുറത്തുകാർ ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരിയുടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച് അവരുടെ സ്ത്രീകളൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. അപ്പൊ ഈ ഒരു സംഭവം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഡൊമിനിക് ലാപ്പിയറും ലാരി കൊള്ളിൻസും ചേർന്നാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തിരിക്കുന്നത്. അപ്പോ ബ്രിട്ടീഷ് എന്താ പറയാ, ബ്രിട്ടീഷുകാർ പോയി. 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് നമ്മളിവിടെ ഈ ഫോട്ടോയിൽ നമ്മൾ കണ്ടത്. അപ്പോ ഇന്ത്യ സ്വതന്ത്രമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും പല ജനങ്ങള് ഡൽഹിയിൽ ഒഴുകിയെത്തി എന്നാ പറയണേ. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അല്ലെ, അത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. അതിനാൽ ഇന്ത്യ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായിട്ട് മാറി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സന്താപമുണ്ട്, അതായത് വിഷമമുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയൊരു രാജ്യം വന്നു, നമ്മുടെ ഇവിടുന്ന് കുറെ ഭാഗങ്ങൾ പോയി. ഇനി സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ജവഹർലാൽ നെഹ്റുവിന്റെ സന്ദേശമാണ്, കേൾക്കുക നിങ്ങള്. അതായത് ഒരു പുതിയ നക്ഷത്രം, പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. ന്യൂഡൽഹിയില് സ്വാതന്ത്ര്യം ലഭിച്ചതിനോട് അനുബന്ധിച്ച് പ്രമുഖ പത്രത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതാണ് നമ്മളിവിടെ വായിച്ചത്. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായിട്ട് നമ്മുടെ ലണ്ടനില് ഒരു അഭിഭാഷകനെയാണ് കൊണ്ടുവന്നത്. ആ ലണ്ടനിലെ അഭിഭാഷകൻ ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ് എന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇന്ത്യ പാക് വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാൻ ഭാഗമായി മാറിയെങ്കിലും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു എന്നത് നമുക്ക് ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ബംഗാള്, അതുപോലെ തന്നെ പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. അതുപോലെ തന്നെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി.
അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേ നിങ്ങള്. അതായത് ബംഗാളും പഞ്ചാബും വിഭജിക്കപ്പെട്ടു, ആ പ്രവിശ്യകൾ വിഭജിക്കപ്പെട്ടു. വെസ്റ്റ് ബംഗാള് ഇന്ത്യയിൽ നിന്നപ്പോൾ അല്ലെ, പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിന്നപ്പോൾ പൂർവ്വ ബംഗാൾ എന്തിന്റെ ഭാഗമായി? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. അസമിലെ സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. ഇവിടെ സിൽഹറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, കേട്ടോളോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹറ്റ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹറ്റ്. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്തു. അതിനെ തുടർന്ന് ഹിതപരിശോധനയിലൂടെ സിൽഹറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ സിൽഹറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോ സിൽഹറ്റിലെ ഒരു ഭാഗം മാത്രം, കരിംഗഞ്ച് ഭാഗം മാത്രം അസം പ്രവിശ്യയുടെ ഭാഗമായി എവിടെ ചേർന്നു? ഇന്ത്യയിൽ ചേർന്നു. ബാക്കി സിൽഹറ്റിന്റെ ഭാഗങ്ങളൊക്കെ എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി, അഥവാ കിഴക്കൻ പാകിസ്ഥാനിൽ ചേർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും നീങ്ങി. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടപ്പലായനം ഇവിടെ ഉണ്ടായില്ല. ഇതിന് കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന നിരപേക്ഷതയിലൂന്നിയ ദേശീയത, ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ള ഐക്യം, ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായത് തുടങ്ങിയവ ഒരു കൂട്ടപ്പലായനം അവിടെ ഉണ്ടാകാതിരിക്കാൻ കാരണമായി. എന്തൊക്കെയാണ്? 1905 ബംഗാൾ വിഭജനം നടന്നൂലോ. ആ ബംഗാൾ വിഭജനത്തിനെതിരായി മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. അപ്പൊ അവിടെ വലിയ വിഷമം ഉണ്ടായി. അപ്പൊ അവിടെ ഒരു ദേശീയതയ്ക്ക്, ഒരു ഐക്യത്തിന് കാരണം ഉണ്ടായി. ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ള ഐക്യം, ബ്രഹ്മപുത്ര നദി, പോഷക നദികളൊക്കെ ഉണ്ടാവുകൊണ്ട് എളുപ്പത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് സുഖം ഉണ്ടായില്ല. അതൊക്കെ അതിന് കാരണമായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും, ഇന്ത്യ സ്വതന്ത്രമായി എങ്കിലും ഇന്ത്യ വിഭജിക്കപ്പെട്ടുല്ലോ. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന പ്രശസ്തമായിട്ടുള്ള പത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റാഡ്ക്ലിഫിന്റെ അതിർത്തി രേഖയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ദിവസം കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ എന്നത്. കണ്ടോ, ഇവിടെ വരച്ചു വെച്ചേക്കണ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഭാഗം ഇങ്ങനെയും അതുപോലെ തന്നെ ഈ ഭാഗവും. അപ്പോ അത് റാഡ്ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, വിഭജനം നോവായി മാറിയപ്പോൾ ഇവിടെ ഉണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ റാവൽപിണ്ടിയിലെ തോവാഗൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹൂതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലും വിധം ചെറുത്തുനിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു.
ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെടുകയും അവർ വീണ്ടും വരികയും ചെയ്തു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ നിന്ന് 40 പേരെ അവർ വെടിവെച്ചു കൊന്നു. വളരെ അധികമുണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടും എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി. 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവരും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു എന്നതാണ് അർത്ഥം. അപ്പൊ നോക്കാം, മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ബൂട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് ഈ കാണുന്നത്, മുകളിൽ നമ്മൾ വായിച്ചത്. മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥം രചിച്ചത് ഉർവശി ബൂട്ടാലിയ. ചോദിക്കാം, മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉർവശി ബൂട്ടാലിയയാണ്. വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് നമ്മൾ പറയുന്നത് വിഭജനം ഇതുപോലെ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും വന്നു. വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. ഡൽഹി, കൽക്കത്ത, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ എവിടേക്കാണ്? കൊൽക്കത്തയിലും ഡൽഹിയിലും ലാഹോറിലും. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരയായി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ എന്തുണ്ടായി? നമ്മുടെ രാഷ്ട്രപിതാവ് ഇല്ലാതെയായില്ലേ? അദ്ദേഹത്തെ എന്താ പറയാ, കൊലപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ ഇവിടെ ഇനി പറയാൻ പോണത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നു നൽകും. അതായത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നെടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജി ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 എന്നാണ് 1948 ജാനുവരി മാസം 30-ന് വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അപ്പൊ ഗാന്ധിജി മരിച്ചത് എല്ലാവർക്കും അറിയുന്നതാണ്. 48 ജാനുവരി 30-നാണ്. എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ. ആരാണ് കൊന്നത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തനാണ് അദ്ദേഹത്തെ കൊന്നത്. ഇനി ഭരണഘടനയിലേക്ക് നമ്മൾ കടന്നു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അത് 1947 ജനുവരി 22-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിക്കുന്നു. 1949 നവംബർ 26-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നു. 1950 ജാനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്യുന്നു. ഭരണഘടനാ പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ എന്താണ്? ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വന്നു. അപ്പൊ എന്തൊക്കെയാ ഇവിടുന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഔപചാരികമായ പ്രവർത്തനം ആരംഭിച്ചത് 1946 ഡിസംബർ 13-ന്. 1947 ജാനുവരി 22-ന് ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയം നിയമനിർമ്മാണ സഭ അംഗീകരിക്കുന്നു. 1949 നവംബർ 26-ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നു. 1950 ജാനുവരി 26-ന് ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര
പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്യുന്നു. 1951-52 ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് ആദ്യത്തെ നടക്കുന്നു. ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം അങ്ങനെ നിലവിൽ വന്നു. സോ ഇതാണ് നമുക്ക് ഇത് എന്താ പറയുക സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷയ്ക്ക് നമ്മുടെ സിലബസിൽ എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കൽ, നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കൽ, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശങ്ങളുടെ കൂട്ടിച്ചേരൽ. ബ്രിട്ടീഷുകാരൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ളൂ, പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇവിടെ നിൽക്കുകയാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം ഫോറിൻ പോളിസി രൂപീകരിക്കൽ. ഇതൊക്കെ നമ്മുടെ എന്തായിരുന്നു എന്നാ പറയുന്നത്, വെല്ലുവിളികളായിരുന്നു. എത്രണ്ട്? 1, 2, 3, 4, 5, 6 സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടൽ. ഇനി അടുത്തത്, അഭയാർത്ഥികളെ എങ്ങനെ പുനരധിവസിപ്പിച്ചു? വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി വന്നു. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുകയും ചെയ്തു. വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നു. എങ്കിലും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടിരുന്നു. 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെയാണ് അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെട്ടത്. അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടാൻ കാരണം ബംഗ്ലാദേശ് രൂപീകരണമാണ്. അതിവിടെ പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു. ബംഗ്ലാദേശ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി. എന്തായി മാറി? ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി. ഇനി അടുത്തത് കുറെ നാട്ടുരാജ്യങ്ങളുണ്ട്, അവയൊക്കെ കൂട്ടി യോജിപ്പിക്കണം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾ, എത്ര നാട്ടുരാജ്യങ്ങൾ? 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുവാനോ അധികാരമുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനുമാണ്. അപ്പൊ ആരാന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് നാട്ടുരാജ്യങ്ങളിലെ സംയോജനത്തിൽ മുൻകൈ എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി VP മേനോൻ. ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ, അതിൽ ഒപ്പുവെച്ച ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. എന്നാൽ ജുനഗഡ്, കാശ്മീര്, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ആരൊക്കെ വിസമ്മതിച്ചു? ജുനഗഡ്, കാശ്മീര്, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിക്കുന്നു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ നമ്മൾ ലയിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. അപ്പൊ എന്താണ് പ്രിവി പേഴ്സ് എന്ന പെട്ടിയിൽ കൊടുത്തിരിക്കുന്നു നോക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകൾ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നു.
ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെടുന്നു. അത് പരിഹരിക്കാനായി ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. ഇതിനെ പ്രിവി പേഴ്സ് എന്ന് വിളിക്കുന്നു. ഇതിനായി ഭീമമായ തുക സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നു. എന്നാൽ 1971 വളരെ പ്രധാനം, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നിർത്തലാക്കി. അപ്പൊ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ അമെന്റ്മെന്റ് 1971 26ാം ഭേദഗതി നിർത്തലാക്കിയത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായി. അപ്പൊ ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായി. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രാനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. അപ്പൊ കേൾക്കുക, പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രാനഗർ എന്നിവർ ഫ്രാൻസ് വിട്ടുപോയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലുള്ള ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. 1954 ഉണ്ടായ ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. തുടർന്ന് 1961 എന്തുണ്ടായി? സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ മോചിപ്പിക്കുകയും അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആയോ മക്കളെ? ഒന്നുകൂടെ പറയണോ? പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. അപ്പൊ 54 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി എന്നീ പ്രദേശങ്ങളിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചു. തുടർന്ന് 61 നമ്മള് സൈനിക നടപടിയിലൂടെ എന്ത് ചെയ്തു? ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിച്ചു. മോചിപ്പിച്ചു എന്നാ പറയണേ. അങ്ങനെ എല്ലാവരും പോയി. ഇനി നമ്മള് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ പോവാണ്. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള പ്രോത്സാഹനമായിരിക്കും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരുന്നില്ല. ആശയവിനിമയത്തിലും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതിനാൽ ഭാഷാ അടിസ്ഥാനത്തിൽ തന്നെയാകണം ഭരണപ്രദേശങ്ങൾ നിർണയിക്കേണ്ടത് എന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചത് 1920 നാഗ്പൂർ INC-യിലാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ ആദ്യം തന്നെ SK ദർ എന്ന അധ്യക്ഷനെ 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി നിയമിച്ചു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി
സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനായി 1948 നിയമിച്ചതാണ് SK ദർ കമ്മിറ്റിയെ. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1948 നിയമിച്ചു. ഇതിനെ നമ്മൾ JVP കമ്മിറ്റി എന്ന് വിളിക്കുന്നു. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ അവരാണല്ലോ, അതുകൊണ്ട് ചുരുക്കി JVP കമ്മിറ്റി. JVP കമ്മിറ്റിയെ നിയമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷം 48 തന്നെ. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണം എന്ന ആവശ്യം ഉയർന്നു വരികയും 1952 പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായി 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1958 പോറ്റി ശ്രീരാമലു നിരാഹാരമിരുന്ന് മരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പരിണിത ഫലമായി 53 ഒക്ടോബർ 1 നമ്മൾ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നു. ജസ്റ്റിസ് ഫസൽ അലി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN ഗുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാർ 1953 നിയമിച്ച സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ജസ്റ്റിസ് ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു. അതിന്റെ ലീഡർ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി. അതുകൊണ്ട് അതിനെ ഫസൽ അലി കമ്മീഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസാക്കി. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ ബിൽ പാർലമെന്റ് പാസാക്കിയത് 1956. അങ്ങനെ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 16 സംസ്ഥാനങ്ങളും 14 സംസ്ഥാനങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് നമ്മൾ എന്താ പറയാ, ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി നമുക്ക് കാശ് വേണ്ടേ? സമ്പദ്ഘടന ശക്തിപ്പെടുത്തണ്ടേ? അപ്പോ ജവഹർലാൽ നെഹ്റു 1949 ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്കും എഴുതിയ പ്രത്യേക കത്തിൽ പറയാണ്, നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിന്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിന്റെ സാമ്പത്തിക വിവർഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് സ്വതന്ത്രരായി, എന്നാൽ സാമ്പത്തികപരമായിട്ട് നമുക്ക് നിലനിൽപ്പ് വന്നിട്ടില്ല എന്ന് ആര് പറയാണ്? ജവഹർലാൽ നെഹ്റു പറയാണ്. അങ്ങനെ ഇന്ത്യൻ ആസൂത്രണം വരികയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തുടർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ട ആവശ്യകതയാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിമാർക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യ പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് നോക്കാം. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. തൽഫലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. അപ്പൊ ഇന്ത്യയിൽ എന്ത് സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. സാമ്പത്തിക ആസൂത്രണം എവിടെ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അല്ലെ? ഈ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർലഭ്യവും ദാരിദ്ര്യവുമാണ്. അതായത് ഭക്ഷണമില്ല. ഇതിനെ മറികടക്കാൻ നാം പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചു. അതിൽ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകി. അതിനു മുമ്പ് 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇത് പഠിക്കാം. അത് നോക്കൂ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വഴികൾ. ഈ പെട്ടി ഒന്ന് നോക്കാം നമുക്ക്. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ 38 ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. 44 ബോംബെ പ്ലാൻ തയ്യാറാക്കി. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ
കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു MN റോയ്. ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു JC കുമരപ്പ. നെഹ്റു അധ്യക്ഷനായ 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ, 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ, 2015 നിലവിൽ വന്ന നീതി ആയോഗ്. അതായത് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. 38 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 44 ബോംബെ പ്ലാൻ തയ്യാറാക്കി. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ജനകീയ പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? MN റോയി ആണ്. ഗാന്ധി ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതി കൊണ്ടുവന്ന ആരാണ്? JC കുമരപ്പയാണ്. 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ വന്നു. 51 മുതൽ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. ഇനി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി 2015 നീതി ആയോഗ് നിലവിൽ വന്നു. കുട്ടികളല്ലേ, അവർക്ക് ഇത്ര കാര്യങ്ങളെ പഠിക്കാറുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇത്ര പഠിച്ചാൽ മതി. ഇതിൽ നമ്മൾ പഠിക്കാത്ത പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഇനി അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനു ഊന്നൽ നൽകി എന്ന് നമുക്കറിയാം. കൃഷിക്ക് ഊന്നൽ നൽകി അല്ലെ. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സത്ലജ് നദിയിലെ ബക്രാനങ്കൽ അണക്കെട്ട്, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹീരാക്കുഡ് ഡാം എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട പദ്ധതികളാണ്. അപ്പോ ബക്രാനങ്കൽ എവിടെയാണ്? സത്ലജിലാണ്. ദാമോദർ നദീതട പദ്ധതി വേറൊരെണ്ണം കൊണ്ടുവന്നു. മഹാനദിയിലെ ഹീരാക്കുഡ് പദ്ധതി കൊണ്ടുവന്നു. ഇനി ഇവിടെ വീണ്ടും പെട്ടിയിൽ പറയുന്നുണ്ട്, അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു പറഞ്ഞു. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനായിരുന്നു. ഇപ്പൊ വ്യവസായ വികസനം കൊണ്ടെന്നാൽ സാമ്പത്തിക വികസനം ഉണ്ടാവും, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യപുരോഗതിക്കുമായി പഞ്ചവത്സര പദ്ധതി ഇന്ത്യ ലക്ഷ്യമിട്ടു. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കൊണ്ടുവന്നു. അപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത് അണക്കെട്ട് ഇന്നത്തെ ജാർഖണ്ഡിലാണെന്ന് സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുദ്നി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിൽ ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയി. ആ അണക്കെട്ടിന്റെ പേര് പാഞ്ചേത്ത് അണക്കെട്ട് എന്നായിരുന്നു. പാഞ്ചേത്ത് അണക്കെട്ട് ഇപ്പൊ എവിടെയാണ്? ഇന്നത്തെ ജാർഖണ്ഡിലാണ്. അന്ന് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ആരെ കൊണ്ടാണ്? സാന്താൾ ഗോത്ര വിഭാഗക്കാരിയായിരുന്ന ബുദ്നി മെജ്ഹാൻ എന്ന് പറയുന്ന ലേഡിയെ കൊണ്ടാണ്. ബുദ്നി മെജ്ഹാൻ കണ്ടില്ലേ? ബുദ്നി മെജ്ഹാനെ നെഹ്റുവിനെയൊക്കെ കണ്ടുല്ലോ. ഇനി അടുത്തേക്ക് പോവാണ്. നമ്മള് ഏതൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളാ വന്നതെന്ന് പഠിക്കണം. ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ വന്നതാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഛത്തീസ്ഗഡിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല. വെസ്റ്റ് ബംഗാളിൽ UK സഹായത്തോടുകൂടി ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല. ജാർഖണ്ഡിൽ സോവിയറ്റ് യൂണിയന്റെ തന്നെ സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പൊ ഏതൊക്കെയാണ്? ഒഡീഷയില് റൂർക്കേല ഒഡീഷ, ഭിലായ് ഛത്തീസ്ഗഡ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ് അല്ലെ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ഭിലായ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, ദുർഗാപൂർ UK സഹായത്തോടു കൂടി, ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി. ഇനി അടുത്തത് ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കർഷകർക്ക് ശ്രദ്ധേയമായ മാറ്റങ്ങൾ തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. വ്യക്തികൾ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോ നെഹ്റു നിയമിച്ച കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ JC കുമരപ്പ
കുമരപ്പയാണ്. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിയമിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഇതൊരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. ഇനി നമ്മളിവിടെ ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണം. നിയമ നിർമ്മാണത്തിലൂടെ ഇല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറഞ്ഞു. അപ്പൊ ഭൂദാന പ്രസ്ഥാനം ഭൂപരിഷ്കരണ നിയമം വരുന്നത് വരെ നിലനിന്നിരുന്നു. എന്താണ്? അതായത് വലിയ ഭൂവുടമകളെ നേരിട്ട് വിനോബ ഭാവെയും അനുയായികളും സന്ദർശിച്ച് അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഭൂരഹിതർക്ക് ആ ഭൂമി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാ പറയണത് കേട്ടോ. ഇനി ഭക്ഷ്യ ഉൽപാദന വിപ്ലവങ്ങളുടെ ഭക്ഷ്യ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ നമ്മൾ വിപ്ലവങ്ങൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയിലെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി നമ്മൾ എന്താരംഭിച്ചു? ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങളെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതായത് നല്ല വിത്തിനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു, ജലസേചന സൗകര്യങ്ങൾ കൊണ്ടുവന്നു, രാസവളം ഉപയോഗിച്ചു, കീടനാശിനികൾ ഉപയോഗിച്ചു, നല്ല യന്ത്രങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ നമുക്കൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു. 1960 മുതൽ 1970 വരെയും 70 മുതൽ 80 വരെയും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവം നടന്നത്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ. ഇനി ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിന്റെയും പാലുൽപാദനങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നമ്മൾ നടത്തിയതാണ് ധവള വിപ്ലവം. ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി നീല വിപ്ലവവും അതുപോലെ ഇന്ത്യയിൽ വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിച്ചു. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇത് ക്രമേണ അമൂൽ എന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമൂൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇത് ക്രമേണ അമൂൽ അഥവാ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ പ്രശസ്തമാവുകയും ചെയ്തു. അടുത്തത് ബാങ്ക് ദേശസാൽക്കരണമാണ് നടത്തുന്നത് അല്ലെ. ബാങ്ക് ദേശസാൽക്കരണത്തിൽ എന്താ പറയണേ? സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്ന വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റു സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു. അപ്പൊ 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ എത്ര ബാങ്കുകൾ? 6 ബാങ്കുകൾ. അങ്ങനെ മൊത്തം എന്താണ്? 20 ബാങ്കുകളുടെ ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധി നടത്തി. സ്വാതന്ത്ര്യാനന്തര
സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത് എന്ന് നാം മനസ്സിലാക്കി. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ പ്രകടമായ മാറ്റമുണ്ടായി. തുടർന്ന് എന്താണ് ന്യൂ ഇക്കണോമിക് പോളിസിയിലെ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അപ്പൊ 90കളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റം ഉണ്ടായി. അതാണ് നമ്മളിവിടെ പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന. വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല കമ്മീഷനുകളെ നിയമിച്ചു. ആ കമ്മീഷനാണ് നമ്മൾ പറയുന്നത് 1948 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. അദ്ദേഹം ഊന്നൽ നൽകിയത് സർവകലാശാല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ 1952 നിയമിച്ചു. സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട്. ഡോക്ടർ DS കോത്താരി കമ്മീഷനെ 1964 നിയമിച്ചത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി 1986 പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകാനായി ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ കൊണ്ടുവന്നു. അടുത്തത് 2020 അടുത്ത ദേശീയ വിദ്യാഭ്യാസ നയം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒരുപോലെ ഊന്നൽ നൽകി. അപ്പൊ 48 നമ്മൾ ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ ഊന്നൽ നൽകിയത് സർവകലാശാല വിദ്യാഭ്യാസത്തിന്. 1952 നിയമിച്ച കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ഡോക്ടർ DS കോത്താരി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് 1964 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻ. രണ്ട് വിദ്യാഭ്യാസ നയങ്ങൾ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്നു. ആദ്യം 1986 രണ്ടാമത് 2020. ഇനി 1986 വിദ്യാഭ്യാസ നയം പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിയെങ്കിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുക. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുക, പക്ഷം അതിന് പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം എഴുതിയതാണ്. അപ്പോ അറിവിന്റെ വിപ്ലവം, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ വിപ്ലവത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിന്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്നത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ ദൃഷ്ടിക്ക് ഊന്നൽ അദ്ദേഹം തന്റെ ദൗത്യമായിട്ട് അദ്ദേഹം കരുതുകയും കൂടെ ചെയ്തു. അതിനായി ഹോമി ജഹാംഗീർ ബാബ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ അടിത്തറയിട്ടു. അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി NIV, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ IIT, IIM, DRDO, AIM, എയിംസ്, അതുപോലെ ബാർക്ക്, ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇതിന്റെ ഒക്കെ എന്താ പറയാ ഇതൊക്കെ തുടക്കം കുറിക്കാൻ നമ്മൾ മുൻകൈ എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ബുദ്ധൻ ചിരിക്കുന്നു. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. അതിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിട്ട് വിളിച്ചു. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഇതിന് ബുദ്ധൻ ചിരിക്കുന്നു, ബുദ്ധ പൂർണിമ ദിനത്തിലായിരുന്നു പരീക്ഷണം, അതുകൊണ്ടാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത്. 98 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണത്തിൽ
പരീക്ഷണത്തിന് ഓപ്പറേഷൻ ശക്തി എന്ന് പേരിട്ടു. അപ്പൊ 1974 ഒരെണ്ണം, 1998 രണ്ടാമത്തേത്. രണ്ട് ആണവ പരീക്ഷണങ്ങള്. 74 നടത്തിയതിന് നമ്മൾ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇട്ട് വിളിച്ചു. രണ്ടാമത്തേതിന് നമ്മൾ ഓപ്പറേഷൻ ശക്തി എന്ന് വിളിച്ചു. ക്ലിയർ ആയില്ലോ? അടുത്ത് നോക്കിക്കോളോ, ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ അടിസ്ഥാനം. ഹോമി ജെ ബാബ, വിക്രം സാരാഭായി എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. ബഹിരാകാശ പര്യവേക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് 1969 ബാംഗ്ലൂർ കേന്ദ്രമായി ആരംഭിച്ച ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO നിലവിൽ വന്നത് 1969. ആസ്ഥാനം ബാംഗ്ലൂര്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ. ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ പറയുന്നത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചു. 1975 ഏപ്രിൽ 19 ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ചാന്ദ്ര പര്യവേക്ഷണങ്ങൾ നടത്തി. 2013 മംഗൾയാൻ ദൗത്യം, സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആദിത്യ L1 എന്ന വിക്ഷേപണ ദൗത്യം. ഇവ കൂടാതെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഗഗൻയാൻ ദൗത്യം എന്നിവ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇപ്പൊ ചന്ദ്രോപരിതലത്തിൽ ചാന്ദ്രയാൻ 3യുടെ പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്ക് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം എന്ന് മനസ്സിലാക്കാം. അടുത്ത മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന, അതായത് DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഒന്നും കൂടെ ടീച്ചർ വേണമെങ്കിൽ പറയാം. 75 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നു. പിന്നെ ചന്ദ്രയാൻ 1, 2, 3. ഈ ചന്ദ്രയാൻ 3 വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്ക് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനം. 2013 മംഗൾയാൻ ദൗത്യം, പിന്നെ ആദിത്യ L1, ഗഗൻയാൻ എന്നിവയൊക്കെയാണ് നമ്മുടെ ബഹിരാകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കുക, ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിച്ചിട്ടുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ കാണപ്പെടുന്ന ഈ ചിത്രത്തിലുള്ള ആൾക്കാര്. ഇവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കുട്ടികളോട് പറയാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിന് രൂപം നൽകി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ: സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിലും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇതൊക്കെ വിദേശ നയത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. പഞ്ചശീല തത്വം, ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ദേശീയ സുരക്ഷ, പരമാധികാരം, കൊളോണിയലിസവും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളലൊക്കെയാണ് വിദേശ നയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ പഞ്ചശീല തത്വങ്ങൾ, ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വം. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ചേർന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. അതിലെ എന്തൊക്കെയാ പറയണേ?
പറയണേ? രാജ്യങ്ങളുടെ അതിർത്തി, പരമാധികാരം എന്നിവ നമ്മൾ പരസ്പരം അംഗീകരിക്കണം. പരസ്പരം ആക്രമിക്കരുത്. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. സമത്വവും പരസ്പര സഹായവും പുലർത്തണം. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കണം. ഇതൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ പറയണത്. എന്താ പറയണേ? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാണ്ടിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അടുത്തത് എന്താ ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻ മൂവ്മെന്റ്? രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം, അപ്പൊ ശീതയുദ്ധം അഥവാ കോൾഡ് വാർ ആരൊക്കെ തമ്മിലായിരുന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി ശീതയുദ്ധം ഇവർ ആരംഭിച്ചു. ഇരു ശാക്തിക ചേരികളും ചേരാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനും രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താല്പര്യവും ഉയർത്തിപ്പിടിക്കാൻ രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക. 1983 ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത്തെ ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ, അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ്, ആ ഫോട്ടോ ആണ് കൊടുത്തേക്കണത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? 1983 ന്യൂഡൽഹിയില് എന്താണ് 7ാമത്തെ ചേരിചേരാ ഉച്ചകോടി നടന്നു. അതിൽ ആരൊക്കെ പങ്കെടുത്തു? ക്യൂബയുടെ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? നമ്മുടെ ഇന്ദിരാഗാന്ധി, അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ്. ഇനി അടുത്തത് കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തെ പ്രധാന ശക്തികളിൽ ഒന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും കുറെ ദൂരം ചെല്ലേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ വിവിധ മേഖലകളിൽ വരിച്ച പുരോഗതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായ കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതായത് നോക്കാം, ഇവിടെ പറയുന്നു, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ കേരള വികസന മാതൃകയെ പറ്റി നിരീക്ഷണമാണ് മുകളിൽ വിവരിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് വളരെ പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നയരൂപീകരണ വിദഗ്ധർ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണേ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ വിഭാഗങ്ങളായി വേറിട്ട് നിന്നിരുന്ന പ്രദേശങ്ങളെയും അതുപോലെ തന്നെ ദക്ഷിണ കർണാടകയിലെ കാസർഗോഡ് താലൂക്കും കൂടി 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നു. നമുക്കറിയാം അല്ലെ? കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 1957 നടന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു എന്നും നമുക്കറിയാം അല്ലെ? ഇനി അടുത്തത്, കേരളത്തിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ എന്താ പറയുന്നത്? അപ്പൊ ഇതിലിവിടെ എന്താ പറയാ, എന്താ മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു അല്ലെ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാഴക്കുല, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയാണ് വാഴക്കുല. അറിയാത്ത കുട്ടികളൊന്നും ഓർത്തു വെച്ചോളൂ കേട്ടോ. അപ്പോ ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ സ്ഥിതിയാണ് ഇവിടെ പറയണേ. അതായത് കർഷകർ നട്ട് നനച്ചു കഴിഞ്ഞ് കൊല വരുന്നോ നോക്കും, കൊല വന്നു, കൊല മൂത്തോ നോക്കും, പഴുക്കാറാവുമ്പോ അത് വെട്ടി ആൾക്കാർ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? ജന്മി കൊണ്ടുപോകും. അപ്പൊ നട്ട കർഷകനും വളർത്തിയ മക്കളും ഭാര്യയും ഒക്കെ നോക്കി നിൽക്കേണ്ട ഗതികേടായിരുന്നു. അതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുലയിൽ പറയണെന്ന്. ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1957 കർഷക ബന്ധ നിയമം, കേരള സർക്കാർ കർഷക ബന്ധ നിയമം കൊണ്ടുവന്നു. 1970 ജാനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് ഓർക്കണം. 1957 നിലവിൽ വന്ന കേരള സർക്കാരിന്റെ കാർഷിക ബന്ധ നിയമം, 1957 കേരള ഗവൺമെന്റിന്റെ കാർഷിക ബന്ധ നിയമം. 1970 ജാനുവരി 1 നിലവിൽ വന്ന കേരള
ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. അതോടുകൂടി കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം കുടിയന്മാർക്ക് ലഭിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. ഒരു കുടുംബത്തിൽ 15 ഏക്കർ ആവാം, ഒരു വ്യക്തിക്ക് 7.5 ഏക്കർ. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വെക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റവന്യൂ, ഗവൺമെന്റ് ഓഫ് കേരള. നമ്മള് കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂട്ടോ. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് 7.5 ഏക്കർ, ഒരു കുടുംബത്തിന് 15 ഏക്കർ, കുടുംബത്തിൽ 5 പേരെക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വെക്കാം കേട്ടോ. അങ്ങനെ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിർണയിച്ചു. ജന്മിത്തം പരിപാടി നിർത്തലാക്കി. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കി. അല്ലെ? എന്താ അടുത്തത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും. എത്രയോ പ്രാവശ്യം റിനൈസൻസ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ആരാ പറഞ്ഞത്? അയ്യങ്കാളിയാണ് പറഞ്ഞത് കേട്ടോ. എന്റെ കുട്ടികള് പഠിക്കേണ്ട എങ്കില് ഇക്കണ്ട പാഠങ്ങളൊക്കെ മുടിപ്പുല്ല് മുളപ്പിക്കും ഞാൻ എന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ അയ്യങ്കാളി പറഞ്ഞു കേട്ടോ. അപ്പൊ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവനെ കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് എന്ന് പറയുന്ന സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്ത ജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര, ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും തൽഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവനെ കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആരാണ്? വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താനൊക്കെ പ്രധാനപ്പെട്ട ആളാണ് റിനൈസൻസിലെ. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് മുകളിൽ നൽകിയിരിക്കുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസവും ജനകീയവും സാർവത്രികവുമായി മാറി. ഭൂപരിഷ്കരണം, സാമ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച എന്നിവയാണ് ഇതിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇനി അടുത്തത് നമ്മൾ എന്താണെന്ന് പറയുന്നത്, സ്കൂൾ വിദ്യാഭ്യാസത്തിന് സ്വാധീനിച്ച മറ്റു ചില ഘടകങ്ങൾ. അച്ചടി വ്യാപിച്ചു, ഗ്രന്ഥശാല പ്രസ്ഥാനം വന്നു, സാക്ഷരതാ പ്രസ്ഥാനം വന്നു, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വന്നു, അധികാര വികേന്ദ്രീകരണം വന്നു. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ കുറിച്ച് ഇവിടെ പറയണ്ടേ. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. 45-ൽ PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 45-ല്, തുടക്കക്കാരൻ PN പണിക്കര്. ഇനി കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുന്നത്? പബ്ലിക് ലൈബ്രറി, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ 1829-ല് നമ്മുടെ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകർക്ക് ലഭ്യമായതോടെ കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമങ്ങൾ 1958-ലെ കേരള വിദ്യാഭ്യാസ നിയമം, 1958-ലെ കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു. ജനകീയ സാക്ഷര പ്രവർത്തനങ്ങളുടെ ഫലമായി 91 ഏപ്രിൽ 18-ന് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം കേരളം. 1991 ഏപ്രിൽ 18. സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം നമ്മൾ പറഞ്ഞു. ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം? കോട്ടയം, അല്ലെ? അക്ഷര നഗരം. സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ജില്ല എറണാകുളം. അതിനുശേഷം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ആരാണ്? കേരളം. 1994 ഏപ്രിൽ 23-ന് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ
വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിച്ചു. അപ്പൊ കേരള പഞ്ചായത്തി രാജ് നിയമം ഓർത്തുവെക്കുക 1994 ഏപ്രിൽ 23. ഇനി അടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും വ്യാപിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കേരള സംസ്ഥാന രൂപീകരണ വേളകളിൽ ഒരു സർവകലാശാല, കേരള സർവകലാശാല മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലകളിലൊക്കെ തന്നെ സർവകലാശാലകൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ തൊഴിൽ നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി പോളിടെക്നിക്കുകൾ, അതുപോലെ തന്നെ ITIകൾ തുടങ്ങിയവയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതു മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുമാണ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സംസ്ഥാനമായി വളർത്തിയതിന്റെ പ്രധാന ഘടകം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഇവിടെ കണ്ടോ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്, നമ്മുടെ സാക്ഷരതാ നിരക്കാണ് പറയുന്നത്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്കും കേരളത്തിലെ സാക്ഷരതാ നിരക്ക് നോക്കിയേ 2021 94. ഇത്രയും മാത്രം സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്കത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനവും കൂടി കേരളത്തിലുണ്ട്. കുറഞ്ഞ ചെലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ലോക നിലവാരത്തേക്ക് ഉയർത്താനും ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാനും കേരളത്തിൽ കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലെ പല നേട്ടങ്ങളും നമ്മൾ കൈവരിക്കേണ്ടായി. അതായത് നമ്മുടെ കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകതകളാണ്. ഇനി അടുത്തത് വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരാൻ കേരളത്തിന് കഴിഞ്ഞത്. 1965 നടപ്പാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണത്തിന് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞു എന്നാ പറയണേ. അതായത് നമ്മുടെ പൊതുവിതരണ സംവിധാനം 1965 പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നു. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കുടുംബശ്രീ കൊണ്ടുവന്നു. കേരള സാക്ഷരതാ മിഷൻ വന്നു. ഇതൊക്കെ കേരളത്തിന്റെ എന്താണ് നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ മുന്നേറ്റങ്ങളാണ് എന്നാ പറയുന്നത്. അപ്പൊ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹിക നീതിക്കും ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിന്റെ കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങൾ വളർന്നു വരുന്നു. അതിനാൽ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തോടൊപ്പം കിടപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരാണ്. അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട്, എനിക്കറിയാം. അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ പറഞ്ഞു പോവാണ് ക്ലാസ്. ടീച്ചർ സ്ട്രെയിൻ എടുക്കുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഇത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക മക്കളെ. കാരണം പ്രധാനമാണ്, നമുക്കറിയാം SCRTയിലെ ഓരോ പെട്ടികളും ബോക്സുകളും ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുക. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാച്ച ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.